കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം തുടരുന്നു. കടുവയെ കണ്ടെത്തുന്നതുവരെ ദൌത്യം തുടരുമെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉമാത്യാഗസുന്ദരം പറഞ്ഞു. പ്രദേശത്ത് 50 ക്യാമറകൾ സ്ഥാപിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുന്നുണ്ട്. കടുവയെ പിടികൂടുന്നതിനായി 2 കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 20 പേരടങ്ങുന്ന 3 അംഗ വിദഗ്ധ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആക്രമണമുണ്ടായ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യ തിരച്ചിൽ. പ്രദേശത്ത് കടുവയെ പിടികൂടാനായി 2 കൂടുകൾ സ്ഥാപിച്ചു. ആക്രമണമുണ്ടായ പ്രദേശത്തും കടുവ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രദേശത്തുമാണ് കൂട് സ്ഥാപിച്ചത്. ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കൊങ്കിയാനകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാണ് തീരുമാനം. ദൌത്യത്തിനായി തെർമൽ ഡ്രോണുകളും ഉപയോഗിക്കുമെന്നും CCF ഉമാത്യാഗസുന്ദരം പറഞ്ഞു. ഇപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ് ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. കടുവയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ അരുൺ സക്രിയയും പ്രതികരിച്ചു. 50ഓളം ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രിഡാക്കി ഈ ഡാറ്റ കൂട്ടി വരുമ്പോൾ നമുക്കൊരു ഫൈനലി ഒരു ഐഡിയ കിട്ടും. അവിടേക്ക് നമ്മൾ കയറുക ചെയ്യുക. കടുവയെ പിടികൂടുന്നതുവരെ ദൌത്യം തുടരാനാണ് തീരുമാനം. രാത്രിയിൽ ഉൾപ്പെടെ പരിശോധന നടത്താൻ കഴിയുന്ന തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കടുവക്കായുള്ള തിരച്ചിൽ നടക്കുന്നത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അങ്ങനെ സാന്നിധ്യം കണ്ടെത്തിയാൽ കുങ്കിയാനകളെ ഉൾപ്പെടുത്തി വ്യാപകമായ തിരച്ചിൽ നടത്തും. കടുവയെ കൂടുവെച്ചോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചോ പിടികൂടാനാണ് തീരുമാനം. കാളികാവിൽ നിന്ന് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.